പ്രിയ സുഹൃത്തെ, എല്ലാ മതവിശ്വാസത്തിൻ്റെയും അവിഭാജ്യമായ ഘടകമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഓരോ മതത്തിലും അതിൻ്റേതായ രീതിയിൽ പ്രാർത്ഥനകളുണ്ട് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രക്രിയ എന്ന് പറയുന്നത് ഫർളായ കാര്യം എന്നാണ്. നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യം അതാണ് നിസ്കാരം. നാട്ടിലെ ഒരു മുസൽമാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു. അയാളുടെ നിസ്കാരത്തെ ആരെയും ബാധിക്കുന്നില്ല. അതുവരെ കാര്യങ്ങൾ ശരി. പക്ഷേ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കാൻ പോകുന്നവരിൽ പലരെങ്കിലും, വളരെ ന്യൂനപക്ഷം ആളുകളെങ്കിലും തീവ്രവാദത്തിലേക്ക് തിരിയുന്നുണ്ട് എങ്കിൽ അതിന് ഈ നിസ്കാരം തുണയേകുന്നു എന്നതാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് ദ്രോഹമില്ല എന്ന് തോന്നുന്ന നിസ്കാരത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ചർച്ചക്കെടുക്കാനുള്ള കാര്യം. ഇത് ഒരു ജീവിയുടെ അതിജീവനത്തിന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാകണമെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പുമായി വളർച്ചയുമായി ഏറ്റവും അധികം അനുകൂല ഘടകമായി വർത്തിക്കുന്ന ഒന്നാണ് ഈ 5 നേരത്തെ നിസ്കാരം. ഇസ്ലാം തളർച്ചു വളർന്നു അപ്പടിക്ക് നിലനിൽക്കാൻ അതിനോളം ഉതകുന്ന വിശ്വാസം കഴിഞ്ഞാൽ മറ്റൊന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇത് വിശ്വാസിയെ വാസ്തവത്തിൽ ഒരു കാന്തം പോലെ തന്നിലേക്ക് ആകർഷിക്കും എന്നതാണ്. ഒരു നിസ്കാരമുള്ള മുസൽമാനെ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അയാൾ തൻ്റെ മതജീവിതത്തിൽ അങ്ങേയറ്റം തൃപ്തനായിരിക്കും. കാരണം അങ്ങ് മഹ്ശറിലെ സ്വർഗത്തിൽ തനിക്ക് പ്രത്യേകം സ്ഥാനമൊരുക്കാൻ തൻ്റെ ഈ പ്രവൃത്തി തന്നെ അങ്ങേയറ്റം ഉതകിയിട്ടുണ്ട്. താനൊരു മാതൃകാ പുരുഷനാണെന്നുള്ള ആ ഒരു തോന്നൽ അയാൾക്ക് നൽകുന്ന മനഃശാന്തി, സമാധാനം, തൃപ്തി എന്നുള്ളതൊക്കെ വിവരണാതീതമാണ്. ഇനി ഒരാൾ നിസ്കരിക്കാൻ പോയില്ലെങ്കിലോ അതിൻ്റെ പാപഭാരം എന്നും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഒരു പ്രക്രിയയുടെ 2 വശങ്ങൾ. അതുകൊണ്ട് മതത്തിൻ്റെ മറ്റു പല ഘടകങ്ങളെയും, ചെയ്യാനൊക്കുന്ന ഘടകങ്ങളെയൊക്കെ അയാൾ മനസ്സ വാച അനുഷ്ഠിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തെ 99% ആരോഗ്യമുള്ള പുരുഷന്മാർ ഒഴിവാക്കാറില്ല. ഈ നിസ്കാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് സുജൂദാണ്. അതായത് തൻ്റെ നെറ്റി തറയിൽ കൊണ്ട് ഉരുമ്മി അള്ളാഹുവിനുള്ള സാഷ്ടാംഗ പ്രമാണം, ഞാൻ എല്ലാം അങ്ങയിൽ അർപ്പിക്കുന്നു, എൻ്റെ യജമാനൻ താങ്കളാണ്, താങ്കളുടെ അടിമയാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു പ്രോസ്ട്രേഷനാണ് വാസ്തവത്തിൽ സുജൂദ് എന്ന് പറയുന്നത്. ഈ നിസ്കരിക്കാത്ത മറ്റുള്ളവരോട്, മറ്റു മുസൽമാനോട് വാസ്തവത്തിൽ നിസ്കരിക്കാൻ പോകുന്നവർക്ക് അങ്ങേയറ്റം വെറുപ്പായിരിക്കും. എങ്ങനെയാണ് ഈ നിസ്കാരം ഇസ്ലാമിന് കിട്ടിയത്? അത് അവിശ്വസനീയമായ ഒരു അമ്മൂമ്മ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നബി മക്കയിലായിരുന്നപ്പോൾ മലക്ക് വന്ന്, ജിബ്രീലായിരിക്കാം, അദ്ദേഹത്തിൻ്റെ നെഞ്ചു പിളർന്ന് സംസം വെള്ളം കൊണ്ട് അത് ശുചീകരിച്ചു. എനിക്ക് സംശയം അതിനു മുമ്പ് ദേവിയുടെ നെഞ്ചിൽ അഴുക്കുണ്ടായിരുന്നു എന്നുള്ളത്. പോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബുറാക്ക് എന്ന വാഹനത്തിൽ പക്ഷിയും കുതിരയുമായി സമ്മിശ്രമായ ഒന്ന്, അതിൽ കയറി 7 ആകാശവും 7 കടലും താണ്ടി ജിബ്രീൽ മുഹമ്മദ് നബിയെ അള്ളാഹുവിലേക്ക് ആനയിക്കും.
അവിടെ പല പടവുകളുണ്ട്. നമ്മുടെ ബിൽഡിംഗ് കിട്ടുമ്പോൾ പല തട്ടുകളുള്ള പോലെ സ്റ്റോർസ്. ഓരോ സ്റ്റോറിലും ഓരോ നബിമാരെയും നബി കണ്ടെന്നാണ് മുഹമ്മദ്. ആദ്യത്തെ ഇതിൽ അദ്ദേഹം ഈസാ നബി, മൂസ നബി, ഇബ്രാഹിം നബി, അങ്ങനെ ആദം നബി ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം അള്ളാഹുവിനെ കാണാൻ പോകുന്നത്. മുഹമ്മദിനെ കണ്ട സന്തോഷത്തിൽ മുഹമ്മദിൻ്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു നൽകിയ സമ്മാനമാണ് 50 നേരത്തെ നിസ്കാരം. ഇതും കൊണ്ട് സന്തോഷവാനായി താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മൂസ നിൽക്കുന്ന പടവിൽ മൂസ ഇദ്ദേഹത്തെ ചെറുത്തു നിർത്തി. ഈ 50 നേരത്തെ നിസ്കാരം നിന്റെ ജനങ്ങൾ അനുഷ്ഠിക്കില്ല, അതുകൊണ്ട് മുകളിലോട്ട് പോയി കുറച്ചു വാങ്ങിച്ചു വരൂ. നബി മുകളിലോട്ട് പോയി. 45 തിരിച്ചു വന്നു. മൂസയുടെ തടസ്സം വീണ്ടും. അങ്ങനെ വീണ്ടും പോയി. അങ്ങനെ അള്ളാഹുവിനും മൂസയ്ക്കും ഇടയിൽ ഷണ്ടിങ് അടിച്ചാണ് 5 തീർന്നത്. അപ്പോൾ മുഹമ്മദ് നബിക്കും അറിയില്ല, അള്ളാഹുവിനും അറിയില്ല 5 നേരം നിസ്കരിക്കാനുള്ള പാങ്കെ ഉമ്മത്തികൾക്കുണ്ട്. അത് മൂസയ്ക്ക് മാത്രം അറിയുന്നു. വരുന്നു. ഈ കഥയിൽ നിന്ന് ഇത് ഹദീസാണ്. അബൂദർ എന്ന സഹാബി റിപ്പോർട്ട് ചെയ്ത വിശ്വസനീയമായ ഹദീസ് എന്നാ പറയുന്നത്. ഈ 5ാമത്തെ പ്രാവശ്യവും മൂസ വിട്ടില്ല. ഒന്നുകൂടെ ചെന്ന് നോക്ക്. നബി പറഞ്ഞു, എനിക്ക് നാണമാവുന്നു എന്നാണ്. അങ്ങനെ നബി നാണിച്ചത് കൊണ്ടാണ് മുസൽമാന്മാർ ഇപ്പോൾ 5 നേരം നിസ്കരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് നിസ്കാരത്തിൻ്റെ അളവ് വീണ്ടും കുറച്ച് കിട്ടിയേനെ എന്ന്. നബിയും സഹാബാക്കളും നിസ്കരിക്കുന്ന വേളയിൽ ഖുർആൻ ഉച്ചത്തിൽ ഓതുമായിരുന്നു. ഇത് ഖുറൈശികൾക്ക് അരോചകമായി തോന്നി. അവർ ബഹളമുണ്ടാക്കി ഉപദ്രവിച്ചു. അതുകൊണ്ട് അള്ളാഹുവിൽ നിർദ്ദേശം വന്നു, നിങ്ങൾ പതുക്കെ ഓതിയാൽ മതി. നിങ്ങൾ പതുക്കെ ഓതിയാലും ഞാൻ കേട്ടുകൊള്ളാം എന്നുള്ളത്. ഈ ദൈവങ്ങൾക്കൊക്കെ ഉച്ചത്തിൽ അലറി വിളിച്ചാൽ മാത്രമേ കേൾക്കത്തക്ക രീതിയിൽ അവരുടെ കാതുകൾക്ക് തകരാറുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. മുമ്പേ തുടങ്ങിയ പട്ടണങ്ങളിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് തെരുവുകൾ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അവിടങ്ങളിലേക്ക് ശിവസേനയ്ക്കും RSSനും വളർച്ചയ്ക്ക് നിദാനമായി തീർന്ന ഘടകങ്ങളിൽ അന്യമത വിദ്വേഷത്തിൻ്റെ പ്രകടനങ്ങൾ ഇതൊരു കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് അനുമാനിക്കാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ മറ്റു പല പ്രക്രിയകളും ആരാധനാക്രമങ്ങളൊക്കെ തന്നെ നബിക്ക് ഭൂമിയിൽ വെച്ചാണ് കിട്ടിയത്. ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുക്കും. ഈ നിസ്കാരം മാത്രം ആകാശത്ത് വെച്ചാണ് പരിഭാവനമായ അള്ളാഹുവിൻ്റെയും മറ്റു നബിമാരുടെയും സാന്നിധ്യത്തിൽ കിട്ടിയത് കൊണ്ട് ഇതിൻ്റെ മഹിമ പോരിശ നിസ്സാരമല്ല. ഇനി നിങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ നേരെ ചെന്ന് അങ്ങ് നിസ്കരിച്ചാലൊന്നും പറ്റില്ല. അതിന് അള്ളാഹുവിൻ്റെ അനുവാദം അള്ളാഹുവിനെ അറിയിക്കണം. അള്ളാഹുവെ, നിനക്ക് വേണ്ടി ഞാനിത് അനുഷ്ഠിക്കുന്നു. നിയ്യത്ത് എന്ന് പറയും. അത് നോമ്പ് നോക്കുമ്പോൾ, അതായത് ഈ അടിമ ഇവൻ്റെ അള്ളാഹുവിൻ്റെ വിശ്വാസി എന്തു ചെയ്യാൻ പോകുന്നു എന്ന് അള്ളാഹുവിനെ നേരത്തെ അറിയിച്ചാൽ മാത്രമേ പുള്ളിക്ക് ബോധ്യം വരികയുള്ളൂ. അങ്ങനെ നിയ്യത്തെടുക്കണം. ഇനി എവിടെ നിന്നെങ്കിലും എങ്ങോട്ടെങ്കിലും നോക്കി നിസ്കരിക്കാൻ പറ്റില്ല. ചിട്ടവട്ടങ്ങളാണ്. മതം അങ്ങനെയാണല്ലോ. അതാണ് അതിൻ്റെ വിജയങ്ങളുടെ രഹസ്യത്തിൻ്റെ മറ്റൊരു കാര്യം. കിബില നോക്കി വേണം. എന്താ ഈ കിബില? കിബില മെക്കയെ നോക്കി, കഅബയെ നോക്കി നിസ്കരിക്കുക. ഈ കഅബാലയത്തെക്കുറിച്ച് മുസ്ലിങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഒരു നുണ, ഇത് ഭൂമിയുടെ മധ്യത്ത് എന്നുള്ളത്. ഇത് പറയുന്നവർക്ക് മനസ്സിലാകാണ്ട പോകുന്ന ഒരു കാര്യം, ഗോളാകൃതിയിലുള്ളൊരു പിണ്ഡത്തിൻ്റെ മധ്യം എവിടെയാണ്? ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. പക്ഷേ ഇപ്പോൾ അത് പലരും മാറ്റി പറയുന്നുണ്ട്.
എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ പോസ്റ്റിൽ ചിത്രമായി കൊടുത്തിട്ടുള്ളത് അന്താരാഷ്ട്ര സ്പേസ് നിലയത്തിൻ്റെയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറാഖിലോ ഇറാനിലോ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയി. അയാൾക്ക് നിസ്കരിക്കണമെങ്കിൽ കിബിലയെ നോക്കാൻ പറ്റില്ല. കാരണം സെക്കൻഡ് കൊണ്ട് 180 ഡിഗ്രി അത് മാറിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് അയാൾക്ക് കിബിലയെ നോക്കാൻ സാധിക്കുക? ഇങ്ങനെ മനുഷ്യൻ സ്പേസിൽ അന്താരാഷ്ട്ര നിലയമുണ്ടാക്കുമെന്നും അവിടെ പോയാൽ നിസ്കരിക്കേണ്ടി വരുമെന്ന് 1400 വർഷം മുമ്പത്തെ സ്പേസ് ടെക്നോളജി അവരെ പഠിപ്പിച്ചില്ല എന്നുള്ളത് നമ്മൾ കുറ്റം പറയുന്നില്ല. അത് സർവ്വലൗകികമാണ്, എക്കാലത്തേക്കും ഉള്ളതാണെന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. നബി ആദ്യം കിബിലയായി നിശ്ചയിച്ചിരുന്നത് ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു. അതിനൊരു കാരണമുണ്ട്. ജൂതന്മാരെ തൻ്റെ മതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് അടവുകൾ, അവരുടെ പല പ്രക്രിയകൾ, നിസ്കാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കടമെടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ പറിച്ചു നട്ടു, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അവരുണ്ടോ തിരിഞ്ഞു നോക്കാൻ? അതുകൊണ്ട് ഒരിക്കൽ നിസ്കരിക്കുന്ന വേളയിൽ തന്നെ നബി എബോട്ടൻ അടിച്ചു. ഇതിൻ്റെ പേരും പറഞ്ഞ് പല സഹാബാക്കളും പിണങ്ങിപ്പോയി. അങ്ങനെയാണ്, അതായത് ജൂതന്മാരെ പ്രേണിപ്പിക്കാനെടുത്ത നയം തെറ്റിയതുകൊണ്ട് പിന്നീട് കിബിലയെ, മെക്കയെ കിബിലയാക്കി എന്നാണ് നബി പറയുന്ന ഒരു കാര്യം. 7 വയസ്സുവരെ കുട്ടി നിസ്കരിക്കേണ്ടതില്ല, ഇളവുണ്ട്. പിന്നീട് നിസ്കരിക്കാൻ പഠിപ്പിക്കണം. 10 വയസ്സുവരെ അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ തല്ലണം. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയിൽ ഈ തല്ലൽ യന്ത്രമുണ്ടല്ലോ, വടി, ചൂരൽ, ഇതിനെന്ത് സ്ഥാനമാണുള്ളത്? ഇവിടെ ഒരു റബ്ബുൽ ഇസ്സത്തായ കരുണാമയനായ തമ്പുരാൻ്റെ പുന്നാര നബി പറയുന്നു, നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടിയെ തല്ലുക. ഇനി ഇസ്ലാമിസ്റ്റുകൾ വളരെ കൗതുകപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ്, പാമരനും പണ്ഡിതനും, ഉള്ളവനും ഇല്ലാത്തവനും തോളോട് തോളുരുമി നിന്ന് സൗഹൃദപരമായി തുല്യരായി നിസ്കരിക്കുന്ന ഏർപ്പാടാണ് ഇസ്ലാമിൻ്റെ 5 നേരത്തെ ഫർളായ നിസ്കാരം. കേൾക്കാൻ സമത്വസുന്ദരമായ ഒരു സന്ദേശം. ഇങ്ങനെ 5 നേരം നിസ്കരിച്ച് ആയുസ്സോളം നിസ്കരിച്ചാലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ബന്ധം, വിടവ്, വ്യത്യാസം മുസ്ലിം ലോകത്ത് നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. ഇന്നും എന്നും എപ്പോഴും നിസ്കരിക്കണമെങ്കിൽ അംഗശുദ്ധി വരുത്തണം, ഉളു എന്ന് പറയും. ഇതിന് മിക്കവാറും പണ്ടൊക്കെ എല്ലാ പള്ളിയിലും ഒരു മിനി കുളം ഉണ്ടാകും. സമചതുരാകൃതിയിൽ കുറച്ച് ആഴത്തിൽ വെള്ളം ഭംഗിയായി കെട്ടി നിർത്തും. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അതിൽ ഇങ്ങനെ കൈകാലൊക്കെ കഴുകി, മുഖമൊക്കെ കഴുകി, തലയിലൊക്കെ വെള്ളമൊക്കെ തടവി ഒന്നു എന്ന് പറയും. ഈ വെള്ളമില്ലാത്ത വേളയിൽ ഒതു ചെയ്യാനായിട്ട് മറ്റൊരു മാർഗം നിർദ്ദേശിക്കപ്പെടുന്നു. തയ്യമം ചെയ്യുക. അത് മണ്ണ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം വൃത്തിയാക്കുക, അംഗശുദ്ധി വരുത്തുക. അതായത് അംഗശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് മണ്ണുപയോഗിച്ചാൽ എങ്ങനെയാണ് അംഗശുദ്ധി ഉണ്ടാകുക? ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ്. ഇനി ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ പോരാ, പള്ളിയിൽ പോയി ജമാഅത്തായി കൂട്ടം കൂടി നിസ്കരിക്കും. ഇത് ആ ഗോത്ര സംസ്കാരത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ദിവസവും 5 നേരം തമ്മിൽ കാണുക,
ഒരുമിച്ച് നിന്ന് നിസ്കരിക്കുക, സഫായിട്ട് വരിയായി നിന്ന് നിസ്കരിക്കുക. തമ്മിലുള്ള സഹകരണവും സ്നേഹവും കൊടുക്കലും വാങ്ങലുമൊക്കെ എത്രത്തോളം ഉണ്ടാകും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിസ്കാരമെന്ന ഘടകം ഇസ്ലാം എന്ന സമ്പ്രദായത്തെ അങ്ങേയറ്റം അതിൻ്റെ തനതുപടി നിർത്താൻ എത്രത്തോളം സഹായിക്കുന്നു എന്ന് കാണുക. പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ്. നിങ്ങൾ ഏത് ദരിദ്ര നാട്ടിൽ ചെന്നാലും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മുന്തിയ പള്ളികളാണ്. ഇന്ന് കേരളത്തിൽ മിക്കവാറും ഒട്ടുമിക്ക പള്ളികളും എയർ കണ്ടീഷൻസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ ഓർമ്മയിൽ വളരെ പണ്ട് ഒരു 65 ഘട്ടങ്ങളിലൊക്കെ ഞാനും ഉമ്മയും കൂടെ ബാഗ് കേൾക്കാൻ പോയി യാത്ര ചെയ്യും. അപ്പം പള്ളി അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, പ്രിയ സഹോദരികളെ, നിങ്ങൾ നൽകുന്ന ഓരോ കളഞ്ച് സ്വർണവും നിങ്ങളുടെ സ്ഥാനം സ്വർഗത്തിൽ ഉറപ്പിക്കുന്നതാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടിയാണ്. എൻ്റെ ഉമ്മ കഴുത്തി കിടന്ന മാല ഊരിക്കൊടുത്തത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പാവങ്ങളെ ചുരണ്ടിയാണ് എല്ലാവരും കൊടുക്കും അള്ളാഹുവിൻ്റെ ഭവനത്തിന്. തൻ്റെ ഭവനം എക്കേട് കെട്ടാലും വേണ്ടുകയല്ല. അള്ളാഹുവിൻ്റെ ഭവനം അത് പൊങ്ങി നിൽക്കാൻ വേണ്ടി, മറ്റുള്ള എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൊങ്ങി നിൽക്കാൻ വേണ്ടി മിനാരമുണ്ട്. എന്തിനാ ഈ മിനാരം? എൻ്റെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ പള്ളിയുടെ മിനാരം കിട്ടിയ വേളയിൽ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് പൂശിയ ഒരാൾ കൈപിടിവിട്ട് താഴെ വീണ് ദാരുണമായി മരിച്ചു. എന്തിനാണ് മിനാരം? ഇനി പള്ളി കെട്ടാൻ കാഫിരീങ്ങളാണ്, മേശന്മാരവരാണല്ലോ. പെയിൻ്റടിച്ച് ഇലക്ട്രിക് വയറിംഗ് ഒക്കെ ചെയ്ത് അവരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പ്രവേശനം അവിടെ ഉണ്ടാവില്ല. കാഫിരീങ്ങൾ പ്രവേശിക്കാൻ പാടില്ല, നിഷിദ്ധമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മെക്ക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോകത്ത് മറ്റുള്ളവർക്ക്, മറ്റു മതസ്ഥർക്ക് പ്രവേശനാനുമതി നൽകാത്ത ഏക നഗരം മെക്കയായിരിക്കും. ഇത് നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിൽ എനിക്ക് ചെല്ലാൻ ഒക്കുകയില്ല, വൈറ്റ് ഹൗസിൽ മറ്റാരെയും പ്രവേശിപ്പിക്കില്ല. പക്ഷേ ഒരു പ്രദേശമാകെ, ഒരു നഗരമാകെ മറ്റുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കാൻ പാകത്തിൽ അന്യമത വിദ്വേഷബോധം അത് നമുക്ക് കാണാതിരിക്കാനാവില്ല. നിസ്കാരം 5 നേരമാണ്. നേരം പുലരുമ്പോൾ പ്രഭാതവേളയിൽ, ഉച്ചക്ക് ലോഹർ, വൈകുന്നേരം 4 മണിയോടടുപ്പിച്ച് അസർ, അത് കഴിഞ്ഞാൽ സൂര്യാസ്തമയ വേളയിൽ മഗ്രിബ്, ഒരു 7:30-8 മണി ആവുമ്പോഴത്തേക്കും ഇഷ. ഈ അസറും ഇഷയും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുസ്തകങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അസറിൽ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇഷ കഴിഞ്ഞ് ഇറങ്ങാറ്. അതുവരെ അവിടെയുള്ള ഭൗതിക ചർച്ചകളിൽ പങ്കെടുത്തത് ഒരു ഗൃഹാതുരത്വത്തോടു കൂടി ഞാൻ ഓർമ്മിക്കും. ഈ ചേകന്നൂർ എന്ന വീരപ്പൻ ഒരു പണി ഒപ്പിച്ചു. 5 നേരം നിസ്കരിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 3 നേരം നിസ്കരിച്ചാൽ മതി. ഇത് അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക് കൊണ്ട ഏറ്റവും വലിയ അടിയായിരുന്നു. ആർക്കും മറുപടി പറയാൻ ഒക്കാത്ത ഒന്ന്. ഇന്നും എന്നും ഖുർആനെതിരെയുള്ള ഏറ്റവും വലിയ ആക്ഷേപമാണ്. അതായത് ഏറ്റവും ഫർളായ കാര്യത്തിൽ അതെങ്ങനെ അനുഷ്ഠിക്കണമെന്നും എത്ര നേരം അനുഷ്ഠിക്കണമെന്നും കൃത്യമായ പ്രവചനങ്ങൾ ഖുർആനിനകത്തില്ല എന്നുള്ളത്. ഇത് മാത്രമല്ല, ഏതു പ്രധാന കാര്യമായാലും ശരി, നോമ്പ് ഉൾപ്പെടെ, റംസാൻ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നുണ്ട്, എത്ര ദിവസം എന്ന് പറയുന്നില്ല, അതിൻ്റെ വേളയും വ്യക്തമായി പറയുന്നില്ല. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അങ്ങായി എന്തെങ്കിലും പറഞ്ഞു പോയി
വിശ്വാസിയെ ഇരുട്ടിൽ തപ്പാൻ വിടുന്നതാണ് ഖുർആന്റെ പ്രബോധന രീതി. എന്നിട്ട് പറയുന്നത്, ആ ഗ്രന്ഥം തന്നെ അവകാശപ്പെടുന്നത്, ഇത് ഞാൻ നിനക്ക് ലളിതമാക്കി തന്നിരിക്കുന്നു, നിനക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ നിന്റെ ഭാഷയിൽ ഇറക്കി തന്നിരിക്കുന്നു എന്ന്. 5 നേരം നിസ്കാരം മാത്രമല്ല, അതിന് മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരമുണ്ട്. 2 റക്കാത്ത്. റക്കാത്ത് വെച്ചാൽ ആദ്യം കൈകെട്ടുക, പിന്നീട് മുട്ടിലേക്ക് കൈ കൊടുത്ത് കുനിഞ്ഞു നിൽക്കുക, പിന്നീട് ഉയർന്നതിന് ശേഷം വീണ്ടും സാഷ്ടാംഗം പ്രണമിച്ച് നെറ്റി തറയിൽ തൊടുക, വീണ്ടും പൊങ്ങുക. ഇത് പൂർത്തീകരിക്കുമ്പോൾ 1 റക്കാത്തായി. ഓരോ നമസ്കാര വേളയിലും റക്കാത്തുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ മുമ്പും 2 റക്കാത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 നേരം നിസ്കരിക്കാനൊക്കാത്ത മുസൽമാൻ തൻ്റെ കടം വീട്ടാൻ വേണ്ടി, പലിശ സഹിതം കടം വീട്ടാൻ വേണ്ടി ജുംആ എന്നുള്ള വെള്ളിയാഴ്ചയുള്ള ആ പ്രാർത്ഥനാ വേളയിൽ എവിടെ നിന്നായാലും ശരി, ഏത് ജോലിയും ഉപേക്ഷിച്ചുകൊണ്ട് അയാളെത്തും. അതുപോലെ ഒന്നാണ് പെരുന്നാൾ നിസ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് നബിയുടെ കാലയളവിൽ നിസ്കരിക്കുമ്പോൾ പലരും വെള്ളമടിച്ച് പൂസായി വന്നു, എന്നിട്ട് ഖുർആൻ തെറ്റായി ഓതി. അതിനുശേഷമാണ് മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങി. രാത്രി നിസ്കാരമുണ്ട്. ജബർ മഷ്ക പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നബി പണ്ട് രാത്രി മുഴുക്കെ നിസ്കരിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത സഹാബാക്കൾക്കെല്ലാം കാറിൽ നീര് വന്ന് പിറ്റേ ദിവസം പണിയെടുക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് അത്തരം നിസ്കാരങ്ങൾ ഒഴിവാക്കപ്പെട്ടു. ഈ രാത്രി നിസ്കാരത്തിന് തഹജ്ജത്ത് നിസ്കാരം എന്നാണ് പറയുക. രാത്രിയുടെ യാമങ്ങളെ 6ആയി വിഭജിച്ച് അതിൽ 6ൽ 3 യാമങ്ങൾ സുഖനിദ്രയിലാണ്ട് കഴിയുക. 4, 5 അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിങ്ങൾ നിസ്കരിക്കുക. പിന്നീട് വീണ്ടും 6ാമത്തെ യാമത്തിലേക്ക് ഉറങ്ങാൻ പോവുക. പിന്നീട് സുബഹി നിസ്കരിക്കാൻ വേണ്ടി. ഈ സുബഹി നിസ്കാരത്തിനും വലിയ പ്രത്യേകതയുണ്ട്. സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിയിൽ ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നിസ്കാരം എന്നൊരു ചൊല്ലുകൂടി ചേർത്തിട്ടുണ്ട്. ഉറക്കമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നുള്ള മാനവബോധത്തിൻ്റെ അടിസ്ഥാന ചോദനയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കാൻ പോകുന്ന പല മുസൽമാന്മാരും എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അനുഭവത്തിൽ ശരിയാകണമെന്നില്ല, രാവിലത്തെ സുബഹി നിസ്കരിക്കാൻ പോകാറില്ല. ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റത്തെ പ്രതിഫലമുണ്ട് എന്നാണ്. ഈ അങ്ങേയറ്റത്തെ പ്രതിഫലം ഹൈലി റിവാർഡഡ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് ഈ ഹൈലി റിവാർഡഡ്? എനിക്കത് മനസ്സിലാകാത്ത കാര്യമാണ്. ഇപ്പം നമ്മൾ സിനിമാശാലയിൽ ചെന്ന് കഴിഞ്ഞാൽ എയർ കണ്ടീഷൻഡ് ടിക്കറ്റ്, അവിടെ മനുഷ്യനിർമ്മിതമായതുകൊണ്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ അങ്ങനെയാണോ? ഈ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഹൈലി റിവാർഡഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹൈലി റിവാർഡ്? ഹൈലി മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. ഇനി രാത്രി നിസ്കാരം 4 തരത്തിലുണ്ട്. തറാവിഹ്, നഫി അൽ മുത്തലാഖ്, അൽ തഹജ്ജുദ് നമ്മളിപ്പോൾ കണ്ടു, പിന്നെ അൽ വിത്തർ നിസ്കാരം. ഇത് കൂടാതെ മുസ്ലിങ്ങൾ മയ്യത്ത് നിസ്കാരം കൂടി നിസ്കരിക്കാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ മുമ്പിൽ വെച്ചുകൊണ്ട് അയാളുടെ സ്വർഗാരോഹണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ന നിലയ്ക്ക് അതിൽ ഈ റുക്കുവും സുജൂദും, മുട്ടുകുത്തി നിൽക്കുന്നതും സാഷ്ടാംഗം പ്രണമിക്കുന്നതും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഖുർആനിൽ 5 നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ 5 നേരം നിസ്കരിക്കുക. സുബഹി, ഉച്ചക്കുള്ള നിസ്കാരം, അസർ, മഗ്രിബ്, അങ്ങനെ വ്യക്തമായി പടിപ്പടിയായി ചിട്ടയായി 5 എന്ന് പറഞ്ഞിട്ടില്ല എന്ന്
വളരെ വ്യക്തമായി ചെകനൂർ പറഞ്ഞ കാര്യമാണ്. അതിനെ നിഷേധിക്കാൻ ഒരു മുസൽമാനും സാധ്യമല്ല. പല ഭാഗത്തായിട്ട് പല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ചികഞ്ഞെടുക്കേണ്ടി വരും ഈ 5 നേരം. അള്ളാഹുവിന് കൃത്യമായി പറഞ്ഞാൽ എന്താ കുഴപ്പം? പറയേണ്ടതല്ലേ? ഏറ്റവും പ്രധാനമായ ഒരു അനുഷ്ഠാനമല്ലേ ഇത്? എന്തൊക്കെ പറഞ്ഞിട്ട് ചെറുതായി ഒന്ന് പരിശോധിക്കാം. 11:114 പകലിൻ്റെ 2 അറ്റങ്ങളിലും രാവ് അല്പം ചെല്ലുമ്പോഴും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം. എന്തെങ്കിലും പിടികിട്ടിയോ? കിട്ടുകയല്ല, നോക്കാം. 17:78 മുതൽ 79 വരെ നമസ്കാരം നിലനിർത്തുക. സൂര്യൻ ആകാശ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ രാവ് ഇരുട്ടുന്നത് വരെ. ധാരണയുണ്ടാകുന്നുണ്ടോ? സാധ്യതയില്ല. 30:17 മുതൽ 19 വരെ. അതിനാൽ പ്രദോഷത്തിലും പ്രഭാതത്തിലും അള്ളാഹുവിനെ നിങ്ങൾ വണങ്ങുവിൻ. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഉദയത്തിന് മുമ്പും അസ്തമയത്തിന് ശേഷവും പിന്നെ നിശാവേളയിലും അവനെ പ്രകീർത്തിക്കുക, സാഷ്ടാംഗ പ്രമാണത്തിൽ നിന്ന് വിരമിച്ച ശേഷം. അവ്യക്തമായ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു വച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ഞാൻ, നിസ്കരിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല നിസ്കരിക്കാൻ, കളക്റ്റീവ് വർഷിപ്പ്. അത് വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു അനുകൂല ഘടകം. ഇതൊക്കെ നബി എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ലോകജനസംഖ്യയിൽ 130 കോടി ഇന്ന് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹം ഇത് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. ഈ നിസ്കാരം ഒറ്റയടിക്ക് അങ്ങനെ വന്നതല്ല. ആദ്യമൊക്കെ തൗഹീദ്, വിശ്വാസം, അല്ലാഹുവിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള ആ ഒരു പ്രബോധനമായിരുന്നു. പിന്നീടാണ് ഈ ആകാശ അവരോഹണ യാത്രയിൽ ആണ് ഈ 5 നേരത്തെ നിസ്കാരം കിട്ടി. ഒറ്റത്തവണയല്ല ഇതിറങ്ങിയിട്ടുള്ളത്. മെക്കയിലൊക്കെ വെച്ച് അദ്ദേഹം 2 നേരമേ 2 റക്അത്തെ നിസ്കരിക്കാറുള്ളൂ എന്ന് ആയിഷ നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളുണ്ട്. നബി അദ്ദേഹത്തിൻ്റെ പ്രബോധന വേളകളിൽ കൊണ്ടുവന്ന ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് അന്ന് നിലനിന്ന പല അനുഷ്ഠാനങ്ങളെയും ചിന്തയെയും ഒക്കെ പകർത്തി എഴുതിയതാണ്, കോപ്പി അടിച്ചതാണ്. ഈ ശാസ്ത്ര സത്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അന്ന് നിലനിന്ന അറിവുകളുമായി ബന്ധപ്പെട്ട്. അതാണ് നമ്മൾ സ്പേസ് സ്റ്റേഷനിൽ മുസ്ലിമിന് നിസ്കരിക്കാനൊക്കെ കിബില പകർത്തി കോപ്പി അടിച്ച് വ്യത്യാസം വരുത്തി ഇവിടെ കൊണ്ടുവച്ച കാര്യങ്ങളാണ്. അന്ന് ക്രിസ്ത്യൻസ് 7 നേരം നിസ്കരിച്ചു ചില വിഭാഗക്കാർ, ജൂതന്മാർ 3 നേരം നിസ്കരിച്ചു. സമ്മിശ്രമായി 5 നേരമാക്കി രാത്രി നിസ്കാരത്തെ സുന്നത്താക്കി മാറ്റിവെച്ചു. ഇതാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഈ അള്ളാഹു 1,00,000-ൽ പരം അമ്പിയ മുസ്ലിങ്ങളെ ഈ ലോകം നന്നാക്കാനായിട്ട് അയച്ചു. അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ആര് വിചാരിച്ചാൽ ഇവന്മാരെ നന്നാക്കാൻ പറ്റുകയില്ല, ഞാനാണ് അതിൻ്റെ ആൾ. പക്ഷേ ഇങ്ങനെയൊക്കെ ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മളിവിടെ ചോദ്യം ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. വ്യതിയാനങ്ങളുണ്ട് എന്നുള്ളത് വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും പെരുമാറ്റത്തിലും രീതികളിലും. ഇപ്പോൾ ഷിയ സുന്നി കോൺഫ്ലിക്റ്റ്, അവരെല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തതയോടുകൂടി ചെയ്യുന്ന ആളുകളാണ്. നിസ്കാരത്തിലും വ്യത്യാസമുണ്ട്. കാലും പാദവും വെക്കേണ്ട രീതി പല രീതിയിലാണ് പലർക്കും. കൈകെട്ടുന്ന രീതി, ചിലർ ഇങ്ങനെ കൈകെട്ടും, ചിലർ താഴ്ത്തി കൈകെട്ടും, ചിലർ കൈ നേരെ ഇടും. കണ്ണ് എങ്ങോട്ട് പായിക്കണം, ദൃഷ്ടി മുകളിൽ ആകാശത്ത് അള്ളാഹു നോക്കണം, നേരെ നോക്കണം, താഴെ നോക്കണം. വ്യതിയാനങ്ങളുണ്ട്. ഇനി ഓതേണ്ടതിൻ്റെ അളവ്, അതായത് നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഓതപ്പെടുന്നതാണ് ഫാത്തിഹ. അത് ഖുർആനിലെ ആദ്യത്തെ സൂറയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്.
4 റക്കാത്തുണ്ടെങ്കിൽ 4 റക്കാത്തിലും ഇത് ഓതിയിരിക്കണം. ഈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ് കൈകെട്ടേണ്ടത്. കുനിയുമ്പോഴത്തേക്കും അല്ലാഹു അക്ബർ പറയണം. വീണ്ടും ഓരോ സ്റ്റെപ്പിലും അല്ലാഹു അക്ബർ പറയേണ്ടി വരുമെങ്കിൽ ഖുർആനിലുടനീളം അല്ലാഹു ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം ഷിർക്ക്, എനിക്ക് നിങ്ങൾ പങ്കുകാരെ വെക്കരുത്. അതിൻ്റെ ഒരു പ്രവർത്തിപത്തിൽ കൊണ്ടുവരാണ് മുസൽമാനെ കൊണ്ട് ഒരു ദിവസം 1-ലധികം പ്രാവശ്യം നിരന്തരമായി അല്ലാഹുവാണ് വലുത് എന്ന് പറയിക്കുക. ഇത് ഒച്ചത്തിൽ വേണോ പതുക്കെ വേണോ എന്നൊക്കെ പലർക്കും പല രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് പല രീതിയിലാണ്. അതുപോലെ ശബ്ദത്തിൻ്റെ അളവും ഒക്കെ അങ്ങനെ കാണാം. ഇതിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്ന പലരുമുണ്ട്, ചെയ്യുന്ന പലരുമുണ്ട്. ഈ ഷിയാക്കൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അവസാന സമയത്ത് 3 പ്രാവശ്യം കൈ ഉയർത്തി തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ. സുന്നികളോ, ഞാൻ ഉൾപ്പെടെ നിസ്കരിച്ചിരുന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും കഴുത്തിങ്ങനെ ചരിച്ചാണ് നിസ്കാരം അവശേഷിപ്പിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് സാംസ്കാരിക കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നല്ലോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്ന്. അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം ആർത്തവ കാലത്ത് അവൾ അശുദ്ധിയുള്ളവളാണ്. അന്ന് ആരും ചർച്ച ചെയ്യപ്പെടാത്ത പോയ കാര്യമാണ് ഇസ്ലാമിൽ ആർത്തവമുള്ള സ്ത്രീ നിസ്കരിക്കേണ്ടതില്ല, അവൾ അശുദ്ധയാണ്. എത്ര കാടത്തമായ ഒരു വിഭാഗത്തിൻ്റെ പ്രകൃതിപരമായ ചോദനയെ ഒരു പ്രധാന മതം നോക്കിക്കാണുന്ന രീതി. നിസ്കാരം അവൾക്ക് നിഷിദ്ധമാണ്, അവൾ മെൻസ്റ്റുറേഷനിലാണ്. അതുപോലെ പ്രസവാനന്തരം 40 ദിവസത്തേക്ക് മെറ്റേണിറ്റി ലീവ് കൂടെ അനുവദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വേളകളിലും അവൾ നിസ്കരിക്കേണ്ടതാകുന്നു. ഈ നിസ്കരിക്കുന്ന പള്ളിയിൽ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കാഫിരീങ്ങളെ പ്രവേശിപ്പിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു മതത്തിൻ്റെ ആചാരത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സംഘടന രൂപീകരിക്കുക എന്നുള്ളത് ഈ നിസ്കാരം മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. തബ്ലീഗ് ജമാഅത്ത്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരം പ്രതിപാദിച്ചതുകൊണ്ട് ഞാനിവിടെ വീണ്ടും അതിനെക്കുറിച്ച് അത് ചുരുക്കി പറയുകയാണെങ്കിൽ, നിസ്കാരമെന്ന ആ ഒരു പ്രക്രിയയെ സുസ്ഥാപിതമാക്കി എടുക്കാൻ വേണ്ടി ഒരു സംഘടന തന്നെ രൂപീകൃതമാകുകയും അത് വളർന്നു പന്തലിച്ച് ലോകമാകമാനം അതിൻ്റെ സ്വാധീനം ചെലുത്തത്തക്ക രീതിയിൽ ഈ നിസ്കാരമെന്ന വിശ്വാസം മനുഷ്യൻ്റെ ബോധ നിലവാരത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. ഇനി നിസ്കരിക്കുന്നില്ല ഒരുത്തൻ, എന്താണ്? അവന് 3 തരത്തിലുള്ള ശിക്ഷയുണ്ട്. അതായത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ ശിക്ഷയുണ്ട്, അവനെ കുഴിയിൽ കൊണ്ട് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ശിക്ഷയുണ്ട്, അത് കഴിഞ്ഞ് മഹ്ശറയിൽ പോയാൽ അവിടെയും ശിക്ഷയുണ്ട്. ഈ 4 മദ്ഹബുണ്ട്, 4 വ്യത്യസ്ത ചിട്ട രീതികൾ, അനുഷ്ഠാന രീതികൾ. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് എന്നൊക്കെ. ഇതിൽ ഏറ്റവും മുന്തിയ ഒന്നാണ് ഷാഫി, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഷാഫി ഇമാം. അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഈ ഷാഫി മദ്ഹബിൽ വരുന്ന ആളുകൾ. ഷാഫി ഇമാം പറഞ്ഞത്, ഒരാൾ ഒരു നിസ്കാരം അനുഷ്ഠിച്ചു, അടുത്ത നേരത്തെ നിസ്കാരം ഒഴിവാക്കി, അതിൻ്റെ അടുത്ത പ്രാവശ്യം നിസ്കാരം നടത്തിയെങ്കിൽ അവനെ കൊന്നുകളയുക എന്നുള്ളത്. ഇത്ര നിഷ്ഠൂരമായ, അതായത് ഷാഫി ഇമാമിൻ്റെ ഒരു ബോധ നിലവാരം ഒരു നേരത്തെ നിസ്കാരത്തെ ഒഴിവാക്കിയവനെ കൊല്ലാനുള്ള ആഹ്വാനം ചെയ്യുന്ന പാകത്തിലാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിസ്കാരം എന്നുള്ളത് വിശ്വാസിയെ ഏറ്റവും അധികം തീവ്രവാദത്തിലേക്കും മൗലികവാദത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ പോകുന്ന ബഹുഭൂരിപക്ഷമൊന്നും അത്തരത്തിൽ പോവുകയല്ല. അതിൽ ന്യൂനപക്ഷമെങ്കിലും ഇങ്ങനെ ഒരു നേരത്തെ നിസ്കാരം ഒഴിവാക്കിയാൽ കൊല്ലപ്പെടണമെന്ന് വാദിക്കത്തക്ക രീതിയിലാണെങ്കിൽ ലോകം മുഴുക്കെ
ഇസ്ലാമിൽ കീഴിൽ വരാൻ വേണ്ടി നിസ്കരിക്കുന്ന ഒരുത്തൻ അവൻ്റെ മതബോധത്തിൻ്റെ ഉയർച്ച കൊണ്ട്, കാഠിന്യം കൊണ്ട് ചിന്തിച്ചു പോകുമെങ്കിൽ അവിടെയാണ് ഈ നിസ്കാരത്തിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമുള്ളത്. ദുനിയാവിലെ ശിക്ഷകൾ അവന് ബർക്കത്തുണ്ടാവില്ല. അള്ളാഹു ഇങ്ങനെ ബർക്കത്ത് നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ധനാഢ്യന്മാരും സുഖജീവിതം നയിക്കുന്നത്. സൊമാലിയയിലൊക്കെ ബർക്കത്ത് അള്ളാഹു കൊടുത്തിട്ടില്ല, അതൊക്കെ ഇരിക്കട്ടെ. പിന്നെ ഈ നിസ്കരിക്കുന്നവന് മുഖപ്രസന്നതയുണ്ടാകും. അവൻ കണ്ടാൽ അറിയാം അവൻ നിസ്കരിക്കുന്നത് നല്ല ഓജസ്സും തേജസ്സുമുള്ള മുഖമായിരിക്കും. അത് നിസ്കരിക്കാത്തവന് ഉണ്ടാവുകയില്ല. അവനെന്ത് കാര്യങ്ങൾ പ്രതിഫലം കിട്ടാത്ത ചെയ്യേണ്ടി വരും. എന്ത് നല്ല കാര്യം, ഇപ്പൊ സക്കാത്ത്, ഹജ്ജ് ഉണ്ട്, നിസ്കാരമില്ലേ നോ രക്ഷ. അവൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുകയാണ്. അവൻ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ കരാശ്ശേരി മാഷിൻ്റെ ആ ഒരു സ്വർഗ വിവരണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുസ്ലിമായാൽ പോലും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നില്ല. പ്രൊവൈഡഡ് യു മസ്റ്റ് പ്രേ ഫോർ 5 times each day. അല്ലാതെ വിടുന്ന കാര്യമില്ല. ഇനി മഹത്തുക്കളൊക്കെ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഉമ്മത്ത് വളരെ സുഭിക്ഷമായ ലോകമാസകലം യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്, ഇറാന്, സിറിയ, തുർക്കി, പിന്നെ ആഫ്രിക്കൻ രാജ്യം ഒക്കെ ഈ മഹത്തുക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. നിസ്കരിക്കാത്തവന് ഈ മഹത്തുക്കളുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടുകയില്ല. ഇനി ഖബറിൽ പോയാലും ശിക്ഷയുണ്ട്. വാരിയലുകൾ കോർക്കപ്പെടും. വാരിയലുകൾ എന്താ? ബാക്ടീരിയക്ക് നിഷിദ്ധമാണ്. എന്തായാലും അത് കോർക്ക. അതാണ് ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയുടെ കാരണം ഇതാണ്. ഇനി അവിടെ വെച്ച് കത്തിക്കപ്പെടുന്നതാണ്. നരകത്തിൽ വെച്ച് കത്തിക്കുന്നത് മറ്റൊന്ന്. ഇവിടെ ഭൂമിയിൽ അവൻ്റെ ഖബറിൽ വെച്ച് അവൻ നിസ്കരിച്ചില്ലെങ്കിൽ അത് കത്തിക്കപ്പെടും. അതിനേക്കാളും വളരെ രസാവഹമായ കാര്യം, വലിയ സർപ്പത്തെ നിശ്ചയിക്കും അവനെ കൊത്തിക്കൊണ്ടിരിക്കാനായിട്ട്. ഖബറിനകത്ത് വലിയൊരു സർപ്പം വരും അവൻ നിസ്കരിച്ചില്ലെങ്കിൽ. അമ്മൂമ്മക്കഥ ഇതിനേക്കാൾ എത്രയോ ബെറ്റർ. മഹ്ശറയിൽ കടുത്ത വിചാരണ ഉണ്ടാകും. വിചാരണ തന്നെ ഒരു നേരം പോക്കാണ്. എല്ലാം അറിയുന്ന സർവജ്ഞനായ അള്ളാഹു മനുഷ്യരെ എന്തിനു വിചാരണ ചെയ്യുന്നു എന്നുള്ളത്. അത് പോയിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ കടുത്ത വിചാരണ എഴേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇനി അള്ളാഹു അവനോട് കോപിക്കും. ഈ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ ഇസ്ലാമിസ്റ്റുകളായ അതിനൂതന അപ്പോളജിസ്റ്റുകൾ ഈ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പറയുന്നതൊക്കെ വിഡ്ഢിത്തരമാണ്, പക്ഷെ തോന്നൽ അങ്ങനെയൊന്നുമല്ല. എന്തോ മല മറച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. ബാസിൽ അബ്ദുല്ല, പിന്നീട് ഒരു ജമാഅത്തിൻ്റെ മുജാഹിദിൻ്റെ ഒരു ദാടി, അങ്ങനെയൊക്കെ കുറേ എണ്ണമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് അള്ളാഹു നിങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകാത്ത എന്തോ വലിയ ഒന്ന്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് കോപമുണ്ട് എന്നുള്ളതാണ്. ആർക്കാ കോപം വരിക? മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണല്ലോ കോപം എന്ന വികാരം. അപ്പം അള്ളാഹുവിനത് ഉണ്ടാകുമെങ്കിലോ? അള്ളാഹു നിസ്കരിക്കാത്തവരോട് കോപിക്കും. അത്രയും തൽക്കാലം മനസ്സിലാക്കിയാൽ. ഇനി നിസ്കരിക്കാത്തവനെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുവരും. കുറേ കാലം കഴിഞ്ഞാൽ ഇത് താങ്ങാനൊക്കാതെ നബി വന്ന് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് പിന്നീട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമെന്ന് നമുക്ക് ചുരുക്കാം. 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട്, സൗദി അറേബ്യയിൽ മുത്അ പോലീസ് ഉണ്ട്. പണ്ട് നിസ്കരിക്കാത്തവരെയൊക്കെ അവർ കമ്പ് കൊണ്ട് അടിക്കും, നിസ്കരിക്കാൻ പ്രേരിപ്പിക്കും. അന്ന് ആ വേളകളൊക്കെ സൗദി അറേബ്യയിൽ 30 മിനിറ്റ് നിസ്കരിക്കാൻ വേണ്ടി ഇൻ്റർവെൽ ഉണ്ട്. ഈ ഇൻ്റർവെല്ലിൽ പലരും കടയടച്ചിരുന്ന് അകത്തുനിന്ന് കളിക്കും. അല്ലെങ്കിൽ നിസ്കാര വേളയിൽ നിസ്കരിക്കാതെ അങ്ങോട്ടൊക്കെ ചുറ്റി നടക്കുന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നബി പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു ഹദീസ്, നിസ്കരിക്കാൻ വരാത്തവൻ്റെ വീട് കത്തിച്ചു കളയുക.
ഷാഫി ഇമാം പറഞ്ഞു കൊല്ലുക. ഇവിടെ ഒരുത്തൻ നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അവൻ്റെ വീടങ്ങ് കത്തിച്ചു കളയാനാണ്. സോറി. നബിയുടെ കാലഘട്ടത്തിൽ ഒരു വയസ്സനായ ഒരാൾ നിസ്കരിക്കാൻ വിസമ്മതിച്ചു. അയാൾ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു വയ്ക്കൂ, ഒരു പട്ടി, ഒരു കഴുത, ഒരു സ്ത്രീ അതിൻ്റെ മുമ്പിൽ കൂടി നടന്നു പോയാൽ, നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ കൂടി ഒരു സ്ത്രീയോ പട്ടിയോ കഴുതയോ നടന്നു പോയാൽ അവൻ നിസ്കാരം മതിയാക്കുക. അതിൻ്റെ പ്രയോജനം ചോർന്നു പോയി. ജനസംഖ്യയിലെ 50% വരുന്ന ഒരു വിഭാഗത്തെ ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മതം ഉദ്ഘോഷിക്കുന്നത്, അവളെ കഴുതയോടും പട്ടിയോടും പ്രവചിച്ചുകൊണ്ട് അവൾ മുമ്പിൽ കൂടി നടന്നു പോവുകയാണെങ്കിൽ നീ നിസ്കാരം മതിയാക്കൂ. അങ്ങനെയുള്ളവളെ പള്ളിയിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ടോ? കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും ചർച്ചയ്ക്ക് വിധേയമായ ഒന്നാണല്ലോ മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശം. നമ്മൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായി സമരം ചെയ്തു. ഈ സമരം ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പള്ളിയിൽ പോകാനുള്ള അനുവാദം ഉണ്ടാകണമെന്ന് പറയുമോ? മുജാഹിദും ജമാഅത്തൊക്കെ മാറ്റി പറയുന്നുണ്ട്. അത്രയ്ക്കും നല്ല സുന്നികൾ അനുവദിക്കുക. മുടിസ്വാമി ഉണ്ടല്ലോ കാന്തപുരം, അദ്ദേഹം പറയുന്ന അവളൊക്കെ വീട്ടിൽ നിന്ന് പ്രസവിക്കട്ടെ, ചോറുണ്ടാക്കട്ടെ, അണ്ടർവെയർ കഴുകട്ടെ, ഇതൊക്കെയാണ് അവർ പറയുന്നത് സുന്നികളുടെ രീതിയിൽ. പക്ഷെ ഹജ്ജിന് പോകുമ്പം ഇവറ്റകളെ കൊണ്ടുപോകും, ആളെ തികയ്ക്കണ്ടേ. അതൊരു വ്യാപാര ചടങ്ങായിരുന്നില്ല, സാമ്പത്തിക നിലപാടുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഹജ്ജിന് അവരെ കൊണ്ടുപോകുമെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തോളോട് തോൾ ചേർത്ത് നിന്ന് സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഏറ്റവും മഹനീയമായ രീതിയാകുന്ന നിസ്കാരത്തിൽ സ്ത്രീകളെ നിങ്ങൾ വീട്ടിലിരിക്കും. ഖുർആനിൽ 82 പ്രാവശ്യം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയെടുക്കുക. അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ മറ്റൊരു രീതിയാണ് ലോക്ക്ഡൗൺ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിനകത്ത് പോലും MBBS പാസ്സായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ ലോക്ക്ഡൗണെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി നിസ്കാരം നടത്തിയെങ്കിൽ ഇത് മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കുന്ന വികാര തള്ളിച്ച ഫ്രഞ്ച് അധികൃതർ തെരുവിലെ നിസ്കാരം നിരോധിച്ചു. കാരണം അത് തെരുവെന്നുള്ളത് നിസ്കരിക്കാനുള്ളതല്ല, പൊങ്കാല ഇടാനുള്ളതല്ല, ആഘോഷങ്ങളും അതിൻ്റെ പ്രയാണങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല. അത് വഴി സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒന്നും വഴിയിൽ പാടില്ല എന്നുള്ളത് ആധുനിക ബോധ നിലവാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫ്രഞ്ചുകാരും അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിരോധിച്ചു കഴിഞ്ഞാലുള്ള പുകില് പറയേണ്ടതില്ല. അതുകൊണ്ട് കൂടിയാണ് പണ്ടേ കാലങ്ങളിൽ ഒരുപാട് വർഗീയ ലഹളകൾ ഉണ്ടായി. അതുപോലെ ഈ അള്ളാഹുവിൻ്റെ ആരാധനാലയം എന്ന് പറയുമ്പോഴത്തേക്കും അതുണ്ടാക്കി വഴിയെ പരിശോധിക്കാം. ഈ അന്റാർട്ടിക്കയിലോ ആർട്ടിക്കിലോ ചെന്നിരുന്ന് ഗവേഷണം നടത്തേണ്ടി വരുന്ന ഒരു സയൻറ്റിസ്റ്റ് മുസൽമാനാണെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് അവിടെ ഉദയാസ്തമയങ്ങളില്ലെങ്കിൽ അവൻ 5 നേരം നിസ്കാരം അനുഷ്ഠിക്കുക എന്ന ചോദ്യം അതുണ്ടായ വേളയിൽ ഇല്ലാത്ത ഒന്നായതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോയി നിന്ന് വ്യാഖ്യാന കസരത്തുകൾ നടത്തുന്ന വ്യാഖ്യാന ഫാക്ടറികളാണ് അതിൽ രക്ഷയായി വരുന്നത്. ഇനി ഒരു ദിവസം ഒരാൾ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ മിനിമം 1 മണിക്കൂർ അയാൾ മാറ്റിവെക്കേണ്ടി വരും ജീവിതത്തിൽ നിന്ന്. രാത്രി ഉറങ്ങി പ്രഭാത കൃത്യങ്ങൾ, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, മറ്റു വായന, വിശ്രമം, ഇതൊക്കെ പോലെ ഒരു മുസൽമാൻ അവൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 1 മണിക്കൂർ അക്ഷരയ്ക്ക് വേണ്ടി പരിഭാവനവും പരിശുദ്ധവും പിന്നീട് എന്താ പറയുക ശാശ്വതമായ, ഇതൊക്കെ അനശ്വരമായ കാര്യങ്ങൾ, ശാശ്വതമായ കാര്യത്തിലേക്ക് 1 മണിക്കൂർ. ഇനി പറയപ്പെടുന്ന മറ്റൊരു കാര്യം,
നിസ്കാര വേളയിൽ നീ ഒന്നും ഓർമ്മിക്കാൻ പാടില്ല. പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്ന്. മസ്തിഷ്ക ചലനങ്ങൾ അതൊരു ഇലക്ട്രിക്കൽ വേവ്സ് എന്നല്ലേ പറയപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ ആ വേവ്സുകളെ ഞാൻ വിചാരിച്ചാൽ എങ്ങനെ നിയന്ത്രിക്കുക? ഒരു കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സയൻറ്റിസ്റ്റ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വ്യാപാരി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട അലയൊലികൾ അവൻ്റെ മസ്തിഷ്കത്തിൽ വരാതിരിക്കാനേ സാധ്യതയില്ല. എങ്കിലും ഇവിടെ പറയപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാകുന്നത് സാത്താൻ്റെ പണി. നമ്മുടെ ഇസ്രയേൽ പോലെ, എല്ലാത്തിനും ഇസ്രയേൽ എന്ന് പറയുന്നത് പോലെയാണ് സാത്താൻ്റെ പണി. വെള്ളിയാഴ്ചയാണെങ്കിൽ 1/2 മണിക്കൂർ മാറ്റിവെക്കേണ്ടി വരും. അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ട് കാരണം 1/3 നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ പ്രദേശത്തെ പള്ളിയിൽ ജുമ്മയ്ക്ക് ഹാൾ ഫുള്ളായിരിക്കും, വെളിയിൽ വരെ നിസ്കരിക്കാൻ ആളുണ്ടാവും. സുബഹിക്ക് വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള വേളകളിലൊക്കെ 1-2 സഫ് എന്ന് വെച്ചാൽ വരി. ഈ ജുമ്മയ്ക്ക് വരുന്ന ആളുകളൊക്കെ ബാക്കി വേളകൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഈ അനുഷ്ഠിക്കാൻ പ്രയാസമായിട്ട് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നവർ, ഡോക്ടർ, എഞ്ചിനീയർ, കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ആൾ, വ്യാപാരി, അങ്ങനെ എത്രയോ ആളുകൾക്ക് സ്വന്തം തൊഴിലിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ ഒക്കാത്ത തൊഴിലുകൾ ആധുനിക ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ 1 മണിക്കൂറും 1/2 മണിക്കൂറൊക്കെ മാറ്റിവെക്കാൻ അതുകൊണ്ട് തന്നെ പ്രായോഗികവൽക്കരിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അറ്റത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ അളിയനാക്കുന്ന പരിപാടി മുസ്ലിങ്ങൾ ചെയ്യും. 2011 ഒരു പ്രിവ്യൂ പ്യൂർ സെർച്ച് അനുസരിച്ച് നിസ്കരിക്കുന്ന ആളുകളുടെ ശതമാനം കേവലം 31. ഏതാനും ഈ ഇടയ്ക്ക് റിപ്പോർട്ടുണ്ടായി, അവിടെ ജനസംഖ്യയുടെ 50% മതം വിട്ട് കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ അപ്പോൾ ഈ 30% ബാധകമാണോ? അല്ല. ഇത് 2011 പ്യൂർ സെർച്ച് ആണെങ്കിൽ ഇനി പ്യൂർ സെർച്ച് 2021 വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും ഇതിൻ്റെ ശതമാനം കുറയും എന്നുള്ളത്. ആധുനിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാപഢ്യങ്ങളും നടത്താൻ പറ്റാത്തതുമായ നിഷ്ഠകളെ മനുഷ്യൻ സൗകര്യപൂർവ്വം മാറ്റിവെക്കുമെന്നുള്ളത് നമ്മുടെ ചരിത്രം നമ്മെ നന്നായി പഠിപ്പിക്കുന്ന ഒന്നാണ്. ഇനി ഈ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, ഹഗിയ സോഫിയ, അയോധ്യ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ഒരു സമുദായത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ ഈ സ്ഥലങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട്, കുറെ പന്നിയിറച്ചുകൊണ്ട് പള്ളിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കേൾക്കേണ്ട പുകിൽ, അങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ക്ഷേത്രത്തിലാണെങ്കിൽ പശുവിനിറച്ചു കൊണ്ടിട്ടാൽ മതി. എല്ലാ ദേവാലയങ്ങളും അക്രമോത്സുകമായ ചിന്താഗതിയുടെ പ്രഭവ കേന്ദ്രങ്ങളാണ്, അതിലൊരു സംശയമില്ല. എല്ലാവരും ബഹുഭൂരിപക്ഷമാണ്, ന്യൂനപക്ഷത്തിനെങ്കിലും ഇത് കലാപവേളകളിലൊക്കെ കലാപം ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഏറ്റവും നന്നായ ഒരു സോഴ്സാണ്. നിസ്കാരത്തിൻ്റെ പള്ളികളും ആരാധനാലയങ്ങളും മാറുന്നു. അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശാപമാണ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ യാതൊരു ശാസ്ത്ര ആഭിമുഖ്യവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചുകൂവി മാനം കെടുന്ന ഉസ്താദന്മാർ. അവരുടെ കേന്ദ്രമാണ് ഈ പള്ളികൾ. അവരെ പോറ്റി വളർത്തുന്ന, അവർക്ക് വേതനം കൊടുത്ത് നിലനിർത്തുന്ന ഒന്നാണ് പള്ളികൾ. ഇനി മദ്രസകൾ ഇതോടൊപ്പം തന്നെ പൊങ്ങി വരുന്നത്. മദ്രസയിലെ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം ഒരുപാട് ആളുകൾ നേടുന്നുണ്ട്. ജീവിതത്തിൻ്റെ മറ്റു വ്യാപാര രീതികളിലേക്ക് മാറുമ്പോൾ, വ്യാപിക്കുമ്പോൾ അതൊക്കെ അവർ മറക്കും. പക്ഷെ മറക്കാനൊക്കാതെ തലയ്ക്ക് കയറി മുറ്റിപ്പോയ കുറേ ഭ്രാന്തന്മാരെ സൃഷ്ടിക്കാൻ മദ്രസ പോലുള്ള മതപഠന കേന്ദ്രങ്ങൾ, മദ്രസ മാത്രമല്ല, അങ്ങനെയുള്ള മതപഠന കേന്ദ്രങ്ങൾ അതിൻ്റേതായ പങ്കു വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. അതുപോലെ വെള്ളിയാഴ്ച എന്നൊന്നുണ്ടെങ്കിൽ
അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പൊട്ടിത്തെറിയേണ്ട ദിവസമാണ്. ഷിയാക്കൾ സുന്നികളെ കൊല്ലുന്നു, തിരിച്ചു കൊല്ലുന്നു. ഇത് അഹമ്മദിയക്കളെ പള്ളികൾ പൊട്ടിത്തെറി കേന്ദ്രങ്ങളാണ്. വെള്ളിയാഴ്ചകൾ നമ്മൾ ചുരുക്കാം. നിസ്കരിക്കുന്നവൻ നിസ്കാരത്തഴമ്പും ചന്ദനക്കുറിയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഇന്നും ഇത് ന്യൂനപക്ഷമായ കുറേ ആളുകളെങ്കിലും വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, തീവ്ര നിലപാടിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അവിടെ വെള്ളി വെളിച്ചമായി നിൽക്കുന്നത് 2011 റിവ്യൂ അനുസരിച്ച് 31% നമുക്ക് സമാധാനിക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പള്ളികളെ പരിശോധിക്കുമ്പോൾ ആ പ്രദേശത്തെ 2000 പേരുണ്ടെങ്കിൽ അതിൽ 100 50 ആളുകൾ പോലും എല്ലാ വഖത്തിലും വേളകളിലും നിസ്കരിക്കാൻ വരുന്നില്ല എന്നുള്ളത് അവൻ്റെ മനബോധത്തിൽ അവനെ അത് പാപിയാക്കി അടിമയാക്കി തന്നെയും മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഒക്കാത്തതൊക്കെ മതം അടിച്ചേൽപ്പിച്ചുവെങ്കിൽ അത് കാലം മായ്ച്ചു കളയും. അങ്ങനെ ഒരുപാട് അനുഷ്ഠാനങ്ങൾ, സതിയും മനുഷ്യക്കുരുതിയും ഉൾപ്പെടെയൊക്കെ ചരിത്രത്തിൽ വിസ്മൃതിയിൽ ആണ്ടുപോയെങ്കിൽ 2020 40 അല്ലെങ്കിൽ 60 പ്യൂ റിസർച്ചിൽ വരാവുന്ന ശുഭ നിസ്കാരരഹിത വേളകളെ നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് അടുത്ത ചർച്ചയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.